ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു ലെറ്റ്യൂസ് തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ലെറ്റ്യൂസ് സാലഡൊന്നും ഉണ്ടാക്കി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ക്യാബേജിൻ്റെ പോലെ തന്നെയൊക്കെ ഒരു ടേസ്റ്റിലുള്ളൊരു തോരൻ നമുക്ക് ലെറ്റ്യൂസ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ ലെറ്റ്യൂസിൻ്റെ പെറ്റൽസ് എല്ലാം അടർത്തി എടുത്തിട്ട് വലിയ വലിയ കഷ്ണങ്ങളായിട്ട് അരിയുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് പ്രോസസ്സറിലാണിത് അരിയാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്തരം വലിയ കഷ്ണങ്ങളാക്കി നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്നത്. അതിനുശേഷം ഈ പീസസ് എല്ലാം നമ്മൾ ഫുഡ് പ്രോസസ്സറിലിട്ടിട്ട് നമുക്ക് തോരന് വേണ്ട പരുവത്തിൽ ചോപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ലെറ്റ്യൂസ് തോരന് വേണ്ട പരുവത്തിൽ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 3 പച്ചമുളക് നീളത്തിൽ കീറിയത്, കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് തേങ്ങ ചിരകിയതും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ലെറ്റ്യൂസിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം ഒരു ടീസ്പൂൺ കടുക് കൂടെ ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ലെറ്റ്യൂസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നേരം വേവിക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ ലെറ്റ്യൂസ് തോരൻ റെഡി ആയിട്ടുണ്ട്. വെരി ഈസി റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക് യു ഗൈസ്, സീ യു അഗൈൻ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.